ജിൽസി, ഇപ്പോൾ എന്നോടൊപ്പം ഈ മകളുടെ ഭർത്താവ് ഉണ്ട്. അദ്ദേഹത്തോട് ചോദിക്കാം. ശരിക്കും നിങ്ങൾ എന്താണ് സംശയിക്കുന്നത്? നമ്മൾ പറഞ്ഞാൽ കക്ഷി 5 മാസം വന്നിട്ട് 5 മാസം കൊണ്ട് ഒരു 5 മാസം കഴിഞ്ഞ് കുറച്ച് ദിവസം ഇവിടെ പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുക. അതാണെന്ന് പറഞ്ഞാൽ അമ്മയെ കൊല്ലുമെന്നുള്ള ഡേറ്റ് കൊടുത്തുകൊണ്ട് കൊന്നില്ല, ഞാൻ തല്ലിക്കൊല്ലുമെന്ന് അന്നോട്ട് പറയുന്നുണ്ട്. 2 ദിവസം മുമ്പ് അച്ഛനെ അടിച്ച് മൊത്തം പരിക്ക് പറ്റിച്ച് മാവലിക്ക് ആശുപത്രിയിലായിരുന്നു. എന്നിട്ട് അവിടുത്തെ കേസ് മാതത്തോട്ട് പോയി. ഇന്നലെ ചെല്ലണമെന്ന് പോയില്ല. ഇന്ന് 10 മണിക്ക് ചെല്ലണമെന്ന് വീണ്ടും പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ദിവസം ചീത്ത വിളിയാ. അമ്മ പേടിച്ചിട്ട് ദിവസം അമ്മേൻ്റെ അടുത്ത് പറഞ്ഞ് നിന്നെ കൊല്ലും ദിവസം പറയുമായിരുന്നു. ലാസ്റ്റ് മേല് നോക്കിക്കൊണ്ട് പറഞ്ഞ് പുറത്ത് പറയത്തില്ല, നാണക്കേടല്ലേ മോൻ മേല് നോക്കുന്ന കാര്യം. എന്നെ ഇവിടുന്ന് ഓടിച്ചു വിട്ടതാ. 5 മാസം മുമ്പ് കേസ് കൊടുത്ത് എന്നെ ഓടിച്ചു വിടുന്നു. ഞാനായി അമ്മയെ അച്ഛനെ നോക്കിക്കൊണ്ടിരുന്നത്. 20 വർഷമാണ് ഞാൻ അവിടെ താമസിച്ചുകൊണ്ടിരുന്നത്. ഇളയ മോളിനെ കെട്ടി ഞാൻ ഇവിടെ തന്നെ താമസം. അമ്മയുടെ കുടുംബക്ഷേത്രമായത് ഞാനാ നോക്കിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളെന്തിനാണ് ഓടിച്ചു വിട്ടത്? എന്നെ ഓടിച്ചു വിട്ടതെന്ന് പറഞ്ഞാൽ ഇപ്പം അമ്പലത്തിൽ റെസ്റ്റ് രൂപീകരിച്ച് കമ്മിറ്റിയായി. ഞാനവിടെ സെക്രട്ടറി, എൻ്റെ കുടുംബവും കൂടെ. മോനെ അമ്മേറ്റി ഇതിനകത്ത് കയറ്റാൻ വേണ്ടി അമ്മ ചെയ്ത പണി. അമ്മയും അമ്മയുടെ മോടെ മക്കളൂടെ. അതിന്റെ പിന്നിൽ വിജയനാണോ? വിജയനും ഉണ്ട്, മോടെ മക്കളും ഉണ്ട്. എന്നെ ഓടിക്കാം എന്നാൽ അമ്മയുടെ അടിച്ചമ്മ കേസ് കൊടുത്തു. സിഐക്ക് കേസ് കൊടുത്തപ്പോൾ സിഐ എന്നെ വിളിച്ച്, സാറേ ഞാൻ പറഞ്ഞു സാറേ ഞാൻ തല്ലിയിട്ടില്ല. തല്ലിയിട്ടുണ്ട്, ഞാൻ മെഡിക്കൽ എടുക്കാൻ പറഞ്ഞു. അവരുടെ ദേഹത്ത് പാടുണ്ടേ അറിയാമല്ലോ. ഞാൻ സിഐ വരുമ്പോൾ ഇവർ രണ്ടുപേരും രണ്ടിടത്ത് നടന്നു വരുക. ഞാൻ എന്നെ ചീത്ത വിളിച്ച്, ഞാൻ തിരിച്ച് ചീത്ത വിളിച്ചെന്ന് പറഞ്ഞു. എന്നാൽ തന്തയ്ക്ക് വിളിച്ചെന്ന് പറഞ്ഞു. സിഐക്ക് മനസ്സിലായി ഞാൻ മേല് നോച്ചിട്ടില്ലെന്നുള്ളത്. മോൻ്റെ അടുത്ത് പറഞ്ഞ് മോൻ പറഞ്ഞു ഇവിടെ താമസിക്കണമെന്ന് പറഞ്ഞു, തള്ളേന്താ നോക്കാനായിട്ട്. എന്നോട് പറഞ്ഞ് മാറണമെന്ന് പറഞ്ഞു 15 ദിവസത്തേക്കുള്ളിൽ. ഞാൻ 15 ദിവസത്തേക്കുള്ളിൽ മാറി. മോൻ്റെ അടുത്ത് പറഞ്ഞ് തള്ളേൻ തന്നെ പൊന്നു പോലെ നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ മോനിവിടെ താമസമായതാണ്. ആ കേസ് എന്ന് പറഞ്ഞാൽ തള്ള പ്രായമുള്ളതല്ലേ. പിന്നെ ഞാൻ വിചാരിച്ചു ഇവിടെ നിന്ന് കഴിഞ്ഞാൽ പ്രശ്നമോ, ഇവർക്ക് എന്തെങ്കിലും പറ്റി എൻ്റെ മണ്ടയ്ക്കിരിക്കും. ഞാനതുകൊണ്ട് തന്നെ ഞാനും പിള്ളേരെ വിളിച്ചുകൊണ്ട് വാടക വീട്ടിൽ പോയി. ഇവിടെ 1/2 കിലോമീറ്റർ ഉണ്ട്. അങ്ങനെ ഇന്ന് രാവിലെ 3 മണിയായപ്പം മോൻ്റെ മോള് വിളിച്ചു പറഞ്ഞ് പെരയ്ക്ക് തീ പിടിച്ചെന്ന്. ഒരു ഓട്ടോക്കാരനാണ് കണ്ടത് തീ പിടിച്ചത്. അവർ വിളിച്ച അയാൾ ഓണടിച്ച് വിളിച്ച് അങ്ങനെ ഇവർ പറഞ്ഞു. നിങ്ങൾ ഇവിടെ വന്ന് കാണുമ്പോൾ എന്താ അവസ്ഥ? ഞാൻ വന്ന് മൊത്തം കത്ത് പോയത്. കത്തി മൂലയൊന്നും ഇല്ല. ആദ്യം ആ മുറിയുടെ മൂല കത്തിയില്ല, ബാക്കിയുള്ള കത്തിക്കൊണ്ടിരിക്കുക. കട്ടിലൊന്നും കാണാനില്ല. മെയിനായിട്ടെന്ന് പറഞ്ഞാൽ കത്തി വരുമ്പോൾ അവിടെ അതില്ല. പിന്നെ പയർപ്പുറത്തൊക്കെ പിന്നെ ഹോസ്പിറ്റൽ ഞങ്ങൾ വെള്ളം അടിച്ച്. ഞാൻ ചോദിച്ചാൽ അമ്മ അച്ഛനും എന്ത് അത് കാണുന്നില്ലെന്ന് പറഞ്ഞു. ഞാനും വെച്ചാൽ അയലത്താണ് കാണുമെന്ന് വിചാരിച്ചു. നോക്കിയപ്പം പിന്നെ വയർപ്പേഴ്സ് വന്ന് നോക്കിയപ്പം കത്തി ആ കട്ടിലെ തന്നെ കത്തി. അതുപോലെ ആ കിടക്കുന്ന പറഞ്ഞ് തന്നെ കത്തിയിരിക്കുമായിരുന്നു. കട്ടിൽ മൊത്തം കത്തിപ്പോയി. ഒന്നീ കട്ടിലടിക്കുമ്പോൾ തീ കൊടുത്ത് കാണും. അതുകൊണ്ടാണ് കട്ടിലുൾപ്പെടെ കത്തിപ്പോയത്. പിന്നെ മേള് മൊത്തം കത്തി വയർപ്പേഴ്സ് വന്നിട്ട് ഞങ്ങളുടെ അടച്ചപ്പോൾ അവരില്ല. അവർ തന്നെ കട്ടിലുൾപ്പെടെ പോയി. അതുകൊണ്ട് ആ കശി ഒന്നായിട്ട് നമ്മൾ തീർത്ത് പറയുന്നത്. പറഞ്ഞാൽ വേറെ ആരും ഇവിടെ അല്ലെങ്കിൽ വിളിക്കേണ്ട കാര്യം എന്തോ. സൈക്കിൾ ഇരിപ്പുണ്ടായിരുന്നു. ഉടുപ്പില്ലാതെ ആള് പോയത്, ഓടിപ്പോയി ഉടുപ്പില്ലാതെ. അതാണ് ജിൽസി പറയുന്നത്. തീർത്തും വിജയൻ തന്നെയാകും ഇത് ചെയ്തത് എന്ന വളരെ കൃത്യമായ സംശയം. അത് അവർ പോലീസിനോട് പറഞ്ഞു. എന്തായാലും വിജയൻ തന്നെയാണ് കൊന്നതെന്ന് ബന്ധുക്കൾ സംശയം പ്രകടിപ്പിക്കുമ്പോൾ വിജയൻ കുറ്റം സമ്മതിച്ചു എന്ന രീതിയിലുള്ള വാർത്തകൾ തന്നെയാണ് പോലീസും പറയുന്നത്. എന്തായാലും ഒരു സ്വത്ത് തർക്കത്തെ തുടർന്നാണ് വൃദ്ധരായ മാതാപിതാക്കളെ ആലപ്പുഴ മാന്നാറിൽ വിജയൻ എന്നയാൾ തീയിട്ട് കൊന്നിരിക്കുന്നത് എന്നുള്ള ഞെട്ടിപ്പിക്കുന്ന വാർത്തകൾ കൂടിയാണ് പുറത്തുവരുന്നത്.